ഇന്ന് ഒരു വീഡിയോയിൽ നമുക്ക് രണ്ട് ദുരന്തങ്ങൾ കാണാമേ. ഇത് കഴക്കൂട്ടം എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ചായ കുടിക്കുക ഫ്രണ്ട്സുമായിട്ട് വന്ന യുവതിയുടെ ദേഹത്തേക്ക് ചൂട് ചായ മാസിൽ തെറിപ്പിച്ച യുവാവ്. നോക്കൂ, കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടു ആ പെൺകൊച്ചിന്റെ കൂടെ ഉള്ളവന്മാർ നട്ടലില്ലാത്തവന്മാരാണ്. അവന്മാരെ ഇടിച്ചില്ല, കൊച്ചിന്റെ പുറത്ത് ചായ തെറിപ്പിച്ചപ്പോൾ ഇവന്മാരെ കുണിച്ചിരുത്തി ഇടിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പ്രാവർത്തികമാവണമെന്നില്ല ഈ കാര്യങ്ങൾ. പലപ്പോഴും ഈ ലഹരിയൊക്കെ അടിച്ച് എന്തെങ്കിലും മദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ലഹരിയൊക്കെ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വയലന്റ് ആക്കാൻ എന്തും ചെയ്യും. അപ്പം സിറ്റുവേഷൻ നമ്മളെ കയ്യിൽ നിൽക്കിയതാവും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പുവരുത്തണം അവന്മാർ ഇടി കൊണ്ട് ബോധം കിട്ടുമെന്ന്. അല്ലെങ്കിൽ അവന്മാർ കൈ കിട്ടുന്ന സാധനം വെച്ച് കുത്തിത്തരും. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും. അപ്പോൾ വലിയ വിഷയത്തിലോട്ട് പോകും. അപ്പോൾ അവരെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഇവരെ പിടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇവരെ പോലെ പക്വതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്ത പയ്യന്മാരല്ലാതെ ചിലരുണ്ട്. അടിവയറ്റിലൊരു ചവിട്ടം കൊടുത്തു, അവന്റെ താടിയിലൊരു ഇടിയും കൊടുത്തു, അവിടെ ഇരുന്ന ചൂടുള്ളവരുടെ മുഖത്ത് ഒഴിച്ച് എല്ലാത്തിനും മാറുന്ന ഇടിയും കൊടുത്ത് തറയിലിട്ട് 4 ചവിട്ടും ചവിട്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അത് ടെക്നിക്കലി തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ നിയമം ആ ഒരു രീതിയിലാണ് പോകുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എന്തിനു നമ്മൾ ഇങ്ങനെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി ആ പ്രശ്നം പോലീസ് പരമായിട്ട് ഡീൽ ചെയ്തതാണ് വളരെ പക്വതയുള്ള കാര്യം. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റേ രീതിയിലും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്, പക്ഷെ തെറ്റാണ് അങ്ങനെ ചെയ്യരുത്. ഈ ചില പൊതുശല്യങ്ങൾ കാണുന്നുണ്ടല്ലോ, പെമ്പിളരം കൊണ്ട് മനസ്സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ചായ പോലും കുടിക്കാൻ പറ്റൂല. ഇനി നിങ്ങൾ ഈ രണ്ടാമത്തെ വീഡിയോ നോക്കൂ. നമ്മൾ എൻജോയ് ചെയ്യുന്നത്, നമ്മൾ സന്തോഷിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർ എല്ലാവരും അറിയിക്കുന്നത്. അവരതിനകത്തിരുന്ന് കാറിനകത്തിരുന്ന് ചെറുതായിട്ട് മദ്യപിക്കുകയോ, ഇത് പൊന്മുടിയിൽ എവിടെ കണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഭയങ്കര തിരക്കുള്ള റോഡിൽ മഴയത്ത് കാറിന് വെളിയിലിരുന്ന അഭ്യാസം കാണിക്കുകയാണ്. അപ്പം MVD തക്കതായ നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ എൻജോയ് ചെയ്യുകയാണ്, നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഒരു പൊതുശല്യമായിട്ട് മാറരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കാറിനകത്തിരുന്ന് ബഹളം വെച്ചാലോ അലമ്പ് കാണിച്ചാലോ ഡ്രൈവർ മദ്യപിക്കാത്ത പക്ഷം നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ എൻജോയ് ചെയ്ത് പൊക്കോളൂ. പക്ഷെ ഇത് വെളിയിൽ കാണിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം, ന്യൂസൻസ് ഉണ്ടാവുന്നത്, ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഒരുത്തൻ താഴെ വീണാലോ പബ്ലിക്കിന് അത് ബുദ്ധിമുട്ടുണ്ടാവും, പബ്ലിക് ഫോഴ്സിന് അത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവർ വരണം, എടുത്തുകൊണ്ട് പോകണം, ഹോസ്പിറ്റലിൽ വരണം. ഇതൊക്കെ നമ്മുടെ ജനങ്ങളുടെ ടാക്സ് കൊടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കുന്ന സിസ്റ്റത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പം സാധാരണക്കാരെ എന്തിന് നിങ്ങളുടെ കുത്തിക്കഴപ്പിന് പൈസ കൊടുക്കണം? അപ്പോൾ വണ്ടിക്കകത്തിരിക്കുക, മതിക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോകുക, നിങ്ങൾ എൻജോയ് ചെയ്യും, അതൊന്നും കുഴപ്പമില്ല, എൻജോയ് ചെയ്യണം. പക്ഷേ ഇത് സിക്സ് സെൻസ് ഇല്ലാതെ നമ്മൾ പെരുമാറരുത്. ഈ ഒരു സിക്സ് സെൻസ് ഇല്ലായ്മ നമ്മൾ എവിടെ നോക്കിയാലും കാണാം. ഇടയ്ക്ക് ഒരു ബുർജ് ഖലീഫിൽ ഞാൻ ഒരു വീഡിയോ കണ്ട്, കുറേ പേര് വട്ടം കൂടി നിന്നിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. അത് ഗുജറാത്തീസ് എന്തോ ആണ്. അപ്പോൾ അവിടെ അത്രയും തിരക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാർ. അത് ഇന്ത്യൻസ്, എവിടെ പോയാലും ഇന്ത്യൻസ്, എന്ത് ചെയ്താലും ഇന്ത്യൻസ്. മറ്റുള്ള രാജ്യക്കാരെ അപേക്ഷിച്ച് നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണ് കൂടുതലായിട്ട്.